ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ 74 വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. കേരളം ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി കിരീട പോരാട്ടത്തിന് യോഗ്യത നേടിയിരിക്കുകയാണ്. കരുത്തരായ ഗുജറാത്തിനെതിരെ 2 റൺസിൻ്റെ ലീഡ് നേടിയാണ് ഫൈനൽ പ്രവേശനം സാധ്യമാക്കിയത്. എല്ലാം ഒരു സിനിമാറ്റിക് ക്ലൈമാക്സ് പോലെയായിരുന്നു. ആദ്യ ഇന്നിങ്സിൽ കേരള ടീമിൻ്റെ ഹീറോയായി മാറിയത് കാസർഗോഡുകാരനായ വിക്കറ്റ് കീപ്പർ മുഹമ്മദ് അസ്ഹറുദ്ദീനാണ്. 6 നമ്പറിൽ ബാറ്റിംഗ് ഇറങ്ങിയ താരം 177 റൺസാണ് നേടിയത്. 341 ബോളുകൾ നേരിട്ട താരം 20 ഫോറും 1 സിക്സറും നേടി. കൂടാതെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി, സൽമാൻ നിസാർ എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളും ടീമിന് മുതൽക്കൂട്ടായി. കേരളത്തിൻ്റെ ഒന്നാം ഇന്നിങ്സ് ടോട്ടലായ 457 റൺസിൻ്റെ മറുപടിയിൽ ഗുജറാത്ത് 455-ന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഫെബ്രുവരി 26 മുതൽ നടക്കാനിരിക്കുന്ന കലാശ പോരാട്ടത്തിൽ വിദർഭയായിട്ടാണ് കേരളം ഏറ്റുമുട്ടുന്നത്. നാഗ്പൂരിലാണ് ഫൈനൽ പോരാട്ടം നടക്കുന്നത്. ഗുജറാത്തുമായുള്ള സെമി ഫൈനൽ പോരാട്ടത്തിൽ താരമായ മുഹമ്മദ് അസ്ഹറുദ്ദീൻ സഞ്ജു സാംസണും നന്ദി പറഞ്ഞു. പരിക്ക് കാരണം താരത്തിന് കൂടെ ചേരാൻ സാധിച്ചില്ല. സഞ്ജു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗം തന്നെയാണ്. ടീമിന് വേണ്ട സമയത്ത് പ്രോത്സാഹനം നൽകിയ താരമാണ് സഞ്ജു സാംസൺ എന്നും മുഹമ്മദ് അസ്ഹറുദ്ദീൻ പറഞ്ഞു. എന്നാൽ സഞ്ജു സാംസണും ഇൻസ്റ്റാഗ്രാമിൽ കേരളത്തെ അഭിനന്ദിച്ചിരിക്കുകയാണ്. താരം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ് ഇങ്ങനെ കുറിച്ചത്. വളരെയധികം സന്തോഷമുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും ഒരുമിച്ച് വിശ്വസിച്ച ആ സ്വപ്നം ഒരു പടി അകലം മാത്രമാണ്. ബോയ്സ്, ഇത് നമ്മുടേതാണ്, അത് നേടിയെടുക്കൂ എന്നാണ് താരം ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.